തലസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പ്രഖ്യാപിച്ച കോടികൾ, പദ്ധതികൾ ഒക്കെ വെറും പാഴായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിച്ച ജോയിയുടെ മരണം. അതോടുകൂടി ആമയിഴഞ്ചാൻ തോടും ഒപ്പം ഓപ്പറേഷൻ അനന്തയും കേരളീയ സമൂഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. ആ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്, അത് ആരംഭിച്ചത് അന്നത്തെ ചീഫ് സെക്രട്ടറി കൂടിയായ ശ്രീ ജിജി തോംസൺ ആയിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി. നമസ്കാരം സർ. നമസ്തേ. ഇത് ഭരണകൂടം നടത്തിയ വളരെ ഫലപ്രദമായ അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ ഇച്ഛാശക്തിയോടെ തുടങ്ങിയ ഒരു പദ്ധതിയായാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ അനന്ത വിശേഷിപ്പിക്കപ്പെടുന്നത്. എവിടെയാണ് അതിന് പിഴച്ചത്? നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്പറേഷൻ അനന്ത എങ്ങനെയാണ് തുടങ്ങിയതെന്ന് കൂടി പറഞ്ഞിട്ട് വേണം ഈ ചോദ്യത്തിലേക്ക് കടക്കാൻ. 2015 ഞാൻ ചീഫ് സെക്രട്ടറി ആയ സമയത്താണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി. പൊടുന്നനെ ഒരു മഴ, ഒരു മേഘവിസ്ഫോടനം എന്തോ ആയിരുന്നു. തിരുവനന്തപുരം നഗരം പതിവ് പോലെ വെള്ളത്തിനടിയിലായി. ഞാൻ എൻ്റെ ഔദ്യോഗിക കാറിൽ ഇവിടെ നമ്മൾ എടപ്പഴിഞ്ഞ് വഴി മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് വെള്ളത്തിൽ ഞങ്ങളുടെ കാർ ഒഴുകുകയായിരുന്നു. മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ല. അപ്പോൾ ഡ്രൈവറെ പിന്നോട്ട് നമുക്ക് PTP നഗറിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി തിരിക്കാൻ ബന്ധപ്പെടുമ്പോൾ ഒരു ഫോൺ കോൾ, അജ്ഞാതനായ ഒരാളുടെ ഫോൺ കോളാണ്. എനിക്ക് ഇന്നും അറിഞ്ഞുകൂടെ ആരാണ് എന്നെ വിളിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം ഫോണിൽ എന്നോട് പറയുകയാണ്, സാറേ ഞാൻ കിഴക്കേക്കോട്ടയിൽ നിന്ന് വിളിക്കുകയാണ്, ഇവിടെ കഴുത്തറ്റം വെള്ളമാണ്, ഇവിടെ ചത്ത എലികൾ ഒഴുകി നടക്കുന്നു, അമേധ്യം ഒഴുകി നടക്കുന്നു, അടുത്ത് നിൽക്കുന്ന ആളുകൾ ഛർദ്ദിച്ച് വെള്ളത്തിൽ വീഴുന്നു, അവരെ എടുക്കുന്ന ഞങ്ങൾക്കും അതേ ഗതിയാണ്, ഇത് നരകതുല്യമായ ജീവിതമാണിത്, ഇതൊന്ന് അവസാനിപ്പിക്കാൻ സാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കാറിൽ വരാൻ പറഞ്ഞു. എൻ്റെ കാറ് മുമ്പിൽ, ബാക്കിയുള്ളവർക്ക് പിന്നാലെ. നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഞങ്ങൾ മോഡൽ സ്കൂളിൻ്റെ പിന്നിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഞാൻ മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്, എനിക്ക് എൻ്റെ അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനത് PRDക്കാരോട് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ നമ്മൾ ആ ചെങ്കൽച്ചൂളയിൽ നിന്നും തുടങ്ങുന്ന ആ ഭാഗത്ത് നിന്ന് ആ ഓട ഒഴുകി ഹൈസിൻ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ പിന്നോട്ട് മോസ്ക് ലൈൻ വഴി നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ സൈഡ് പുറകിൽ കൂടെ വന്ന് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ പോയി സെൻട്രൽ തിയേറ്റർ, അവിടെ നിന്ന് ഗണപതി കോവിൽ, അവിടെ നിന്ന് ഗണപതി കോവിലിൻ്റെ സൈഡിൽ കൂടി വഴി പിന്നാലെ പോയി അഭേദാനന്ദ ആശ്രം, അവിടെ നിന്ന് ലൂസിയ ഹോട്ടൽ, അവിടെ നിന്ന് അത് പടിഞ്ഞാട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെയും പല എക്സിറ്റ്, അതായത് 100ഓളം കിലോമീറ്ററുകളുള്ള അല്ലേ ഒരു തോടുകൾ, പല തോടുകൾ, ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുഴിയാത്തി ഭാഗത്തുള്ള തോടുകൾ, അത് ചാല വഴി, വലിയശാല വഴി വന്ന് പിന്നെ അവിടെ വന്ന് കിഴക്കേക്കോട്ടയിൽ വന്ന് ചേരും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഓടകളാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ കുഴിയാത്തിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരാളുടെ വീട്ടിൽ കയറുമ്പോൾ ആ വീട് മുഴുവനും മലിനജലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയാളുടെ ഭാര്യ ഒരു മേശയുടെ പുറത്ത് കാലിങ്ങനെ കുമ്പിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം മുഴുവൻ വ്രണമായി, നോക്കാൻ വയ്യ. അപ്പോൾ ഈ പാവം മനുഷ്യൻ അയാൾ ഒരു തോർത്ത് കൊടുത്തിട്ട് നിൽക്കുകയാണ്. വെള്ളം പോകാൻ എടുത്ത് കളയാൻ ഒരു മാർഗ്ഗമില്ല. അയാൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് എന്നോട് പറയണം, എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് സാറിൻ്റെ മെട്രോയും വേണ്ട, കുട്രോയും വേണ്ട, കുറച്ച് കുടിക്കാൻ നല്ല വെള്ളം തരുമോ, ഞങ്ങൾക്ക് ശ്വസിക്കാൻ നല്ല വായു തരുമോ, ഈ ലോകത്തിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ, സാറ് വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് അയാൾ തൊഴു കൈയോടെയാണ് എന്നോട് പറഞ്ഞത്. നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി എന്താ? മനുഷ്യന് കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കുക, അവന് ഉടുക്കാൻ വസ്ത്രം കൊടുക്കുക, അവന് തല ചായക്കാൻ ഇടം കൊടുക്കുക. ഇതൊന്നും നമുക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ വൻ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം ഞാനിതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് പിറ്റേ ദിവസം ക്യാബിനറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ചകൾ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പേ ഞാൻ 6 മണിക്ക് തന്നെ ചെന്ന് അതിനകത്ത് ഞങ്ങൾ ഇത് വീഡിയോ കാണിക്കാനുള്ള സ്ക്രീനൊക്കെ വെച്ചു, എല്ലാം ഫിറ്റ് ചെയ്തു. പെർമിഷൻ പോലും ചോദിച്ചില്ല മുഖ്യമന്ത്രിയുടെ. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ചോദിച്ചു, സാറേ എനിക്ക് ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു 15 മിനിറ്റ് സമയം തരണം, കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സാറിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ക്യാബിനറ്റ് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CM പറഞ്ഞു, അതിനെന്താ, നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം, അത് നമുക്ക് എന്താ ജിജി കൊണ്ടുവന്നത് എന്താണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചപ്പോഴും മന്ത്രിമാർ പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ കേരളത്തിലാണോ, ഇവിടെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അവരൊന്നും കാണില്ലല്ലോ, അതല്ലാണല്ലോ അവരുടെ ഒരു ഗുണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പ്രശ്നം, നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധമുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ റെഡിയാണ്.
പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കണ്ടീഷൻ? അപ്പോൾ പറഞ്ഞു ഒരു മന്ത്രി ഇതിൽ ഇൻ്റർഫിയർ ചെയ്യരുത്. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്തില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാനിത് ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ട്, അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ അതൊക്കെ ഇടിച്ച് കളയുമ്പോൾ നിങ്ങൾ അതിന് വിഷമം പറയും. അപ്പോൾ അതൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ CM പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറായിരുന്നു, സാറ് പറഞ്ഞു ഒരു മന്ത്രി അതിനകത്ത് ഇടപെടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴേ എൻ്റെ അടുത്ത് പറയാം, ഞാനപ്പോൾ ഇടപെടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും ഇടപെടാൻ പോകുന്നില്ല, ഇത് ക്ലീൻ ചെയ്ത് തരണം, ഇത്ര തന്നെ ഉള്ളൂ. പിറ്റേ ദിവസം ഞങ്ങൾ ആരംഭിച്ചു. ഒന്നും ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയർമാരെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത്, സാറേ അങ്ങനെ ഒരു ഓടെ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഏതാ ഞാൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഗണപതി ക്ഷേത്രം മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ അവിടെ കയറുമ്പോഴേ ഞാൻ കണ്ട കാഴ്ചയാണ്, അവിടെ ആളുകൾ വന്ന് തേങ്ങ പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങാ വെള്ളം ഒഴുകി ഒരു ചെറിയ ഓവ് വെച്ചിട്ടുണ്ട്, അതിന് തൊട്ടടുത്തൊരു ഓടലേക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ തോട് മുഴുവനും മണ്ണിട്ട് നികത്തി അവിടെ തേങ്ങാ കച്ചവടക്കാർ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിന് പൊന്നാല പോകുമ്പോൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ പിൻകൂടി പോകുമ്പോൾ കാണുന്നത് എന്താ, അവിടെ ഓടയുടെ മുകളിൽ മുഴുവനും അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള സെമി പെർമനൻറ്റ് ഷെഡ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അഭേദാനന്ദർഷം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൂട്ടിന് ആൽമരമുണ്ട്, അവിടെ വെള്ളം അങ്ങ് മുമ്പോട്ട് പോവില്ല. ഈ വലിയൊരു ആൽമരം ഉണ്ടെങ്കിലത്തെ സ്ഥിതി എന്താ, അവിടെ വെള്ളം തട്ടിയിട്ട് വേറെ അത് ഡൈവേർട്ട് ചെയ്തങ്ങ് പോകും, അതെല്ലാം കൂടെ പത്മതീർത്ഥം കുളത്തിലേക്ക് പോകും. ഇതായിരുന്നു കണ്ട സ്ഥിതി. പിന്നെ അവിടെ കുര്യാത്തി ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ പല BJP, CPI, CPM, കോൺഗ്രസ്സുകാർ എല്ലാം കയ്യേറ്റങ്ങളാണ്. അവിടെ എല്ലാം ചോട്ട ഓഫീസുകൾ വെച്ചിരിക്കുകയാണ്. സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ഏതോ ഒക്കെ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലേ. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലേ, ഇതിനകത്ത് വെക്കാൻ ആരുടെ അനുമതി വേണ്ടല്ലോ, കയ്യേറ്റമല്ലേ, ചോദിക്കാനും അറിയില്ല. ചെയ്തതെല്ലാം ഇന്ത്യൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണമായി ഇടപെടില്ല എന്ന ഉറപ്പുണ്ട്. ഒരു കാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ അത് ചെയ്തത്. അപ്പോൾ ഫണ്ട് കണ്ടെത്തുക, ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഫൈനാൻസ് സെക്രട്ടറിയെ വിളിച്ചിട്ട് എനിക്ക് പൈസ എവിടെയാണെന്ന് പറഞ്ഞോടെ എനിക്ക് തരുന്നതിനുള്ള പണം തന്നിരിക്കണം എന്ന് പറഞ്ഞു. ഈ പ്രവൃത്തി ചെയ്തത് മുഴുവനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പ്രകാരമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. പിന്നെ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് സെക്രട്ടറിയാണ്. ജില്ലയിൽ അത് ജില്ലാ കളക്ടറാണ്. ഇതിൻ പ്രകാരം എടുക്കുന്ന നടപടികൾക്ക് നിയമപരിരക്ഷയുണ്ട്. അതിനകത്ത് എടുക്കുന്ന നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, കോടതിക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും അപ്പീൽ കൊടുക്കണമെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിൽ പോകണം, പിന്നെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൽ പോകണം. ഇപ്പോൾ 2 കോടതികൾക്കേ ഇതിനകത്ത് അധികാരമുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് അറിയാം, അത്രയും സമയം നമുക്ക് ലാഭമാണ്, നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു മുനിസിപ്പൽ കോർട്ട് ഒരു സ്റ്റേ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും സ്റ്റേ ആണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടന്നു പോകും. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തത്. അങ്ങനെ ഒരുപാട് പേരുടെ മുഷിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യമൊക്കെ ഇവരൊക്കെ ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെയായിരുന്നു. എവിടെ ജനങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു മുഴുവൻ. എവിടെ പോയാലും തദ്ദേശവാസികൾ എന്ന് പറയും ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് ഒന്ന് ഉണർന്നല്ലോ, എങ്ങനെയാണ് അവർ പറയുന്നത്. മറുഭാഗത്ത് കയ്യേറ്റക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ. അന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് റെയിൽവേക്കാർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, ഇതിനകത്ത് കയറാൻ പറ്റില്ല, ഞങ്ങളുടെ പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, പക്ഷേ ഞങ്ങൾക്കിത് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ അവരുടെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ നാഷണൽ റെയിൽവേ ബോർഡ് ചെയർമാനെ ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ തന്നെ തടസ്സം നിൽക്കുന്നത്, എന്ത് കോപ്പറേഷൻ വേണമെങ്കിലും ഞാൻ തരാം, സാറേ ഫോൺ അവരുടെ കയ്യിലോട്ടൊന്ന് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ആ ഫോൺ എടുത്ത് DRMൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം ഫുൾ കോപ്പറേഷനും കൊടുക്കണമെന്ന്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത് ഒക്ടോബർ മാസത്തിലായിരുന്നു, 2015. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 5 മാസം. ഫെബ്രുവരിയിൽ ഞാൻ റിട്ടയർ ചെയ്തു. 2016 ഞാൻ റിട്ടയർ ചെയ്തു. ഏകദേശം എത്ര സ്ഥലം ക്ലീൻ ചെയ്യാൻ? അങ്ങനെ ഇവിടെ നമുക്ക് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുള്ള ഓടകളാണ് ഞാൻ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് വീതി കൂട്ടുകയും ഡെപ്ത് കൂട്ടുകയും ചുറ്റും മതിലുകൾ പിന്നെ റിട്ടൻഷൻ വാളുകളൊക്കെ ഉണ്ടാക്കി. ചില സ്ഥലങ്ങളിൽ അത് സ്ലാബ് ഇട്ടു, ചില സ്ഥലങ്ങളിൽ വയർ മെഷ് വെച്ചു. ഇപ്പോൾ ഇന്നലെയൊക്കെ ചിത്രങ്ങളിൽ കണ്ടില്ലേ, നമ്മളിപ്പോൾ ജോയിയുടെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തെല്ലാം കണ്ടില്ലേ, ചുറ്റും 2 ഭാഗത്തും വയർ മെഷ് വെച്ചിട്ടുണ്ട്, ആളുകൾ സാധനം വലിച്ചെറിയാതിരിക്കാൻ. എന്നാലും ആളുകൾ അതിൻ്റെ മീതെ കൂടി ഇങ്ങനെ നല്ല കൃത്യതയോടുകൂടി എറിയും.
അവർക്ക് ഇവിടെയൊക്കെ പോയി വല്ല ബാസ്കറ്റ് ബോളും കളിച്ചിരുന്നെങ്കിൽ കുറച്ച് രാജ്യത്തിന് ഗുണം കിട്ടിയേനെ. ഇവിടുത്തെ വലിയ ആശുപത്രികളുടെ സമീപത്തോടെ പോകുന്ന ഓടകൾ നോക്കുകയാണെങ്കിൽ അവിടെ ആശുപത്രി മാലിന്യങ്ങൾ മുഴുവൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ഇനി വേറെ ചിലത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ചാല മാർക്കറ്റിൽ പിന്നെ ഇറച്ചി കച്ചവടക്കാരുണ്ട്. അവർ ചെയ്യുന്നത് എന്താ, അവർ ഇറച്ചികളുടെ ഉച്ഛിഷ്ടമെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കും. വൈകുന്നേരം ആകുമ്പം ഒരു പന്നി ഫാമിൽ കോൺട്രാക്ടർ വരും. ഇത് പന്നികൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് അയാൾ കളക്ട് ചെയ്യും. എല്ലാം ചാക്കിൽ ഇങ്ങനെ കെട്ടിയാണ് വെക്കുന്നത്. അത് എടുത്ത് വണ്ടിയിൽ വെക്കും. അവന് പന്നി ഫാമിലൊന്നും കൊണ്ടുപോകില്ല, നേരെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ നമ്മുടെ ഈ വാമയഴഞ്ചാൻ തോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. 30 കിലോമീറ്റർ ആ സമയത്ത് വൃത്തിയാക്കും. അപ്പോൾ കയ്യേറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒഴിവാക്കി. പാർട്ടി ഓഫീസിലും ഒക്കെ എല്ലാ പാർട്ടി ഓഫീസിലും എതിർപ്പൊന്നും ഉണ്ടായില്ല. ആദ്യമൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലായിടത്തും നോട്ടീസ് പതിപ്പിച്ചു. ഇത് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ സുഗമമായ ഗമനത്തിന് ഇത് എതിരാണ്. അതുകൊണ്ട് ഇത് ഇത്രയും വേഗം ഇത് ഇടിച്ചു കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇടിച്ചു കളയും. ഇതിനകത്തുണ്ടാകുന്ന നഷ്ടപരിഹാരം നിങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇതിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നിങ്ങളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് നമ്മൾ സെക്ഷൻ കോട്ട് ചെയ്തിട്ടാണ് എഴുതി വെച്ചത്. അതെല്ലാ കടകളുടെ പാർട്ടി ഓഫീസിൻ്റെയും മുമ്പിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. സെർവ് ചെയ്യാനൊന്നും സമയമില്ല, കാരണം 24 മണിക്കൂറേ ഉള്ളൂ. 24 മണിക്കൂർ തീരുന്ന ദിവസം ഞാൻ കളക്ടറോടും സബ് കളക്ടറോടും പറഞ്ഞു, 24 മണിക്കൂർ എപ്പോഴാണോ തീരുന്നത് ആ നിമിഷം അവിടെ ഇടിച്ചിരിക്കണം, 1 മണിക്കൂർ വൈകരുത്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ ബുൾഡോസറുകളെല്ലാം കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടിട്ടിരുന്നു. നമ്മൾ വി മീൻ ബിസിനസ് എന്നുള്ളത് അവർക്ക് ബോധ്യമാവണം. അല്ലാതെ അതിനകത്തൊരു ഒച്ച ചെയ്യുന്ന മാതിരി നനഞ്ഞ കോഴികളെ പോലെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് നമുക്കിത് ഇത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത എന്താണ്. എല്ലാ മെഷീനറിയും ഗവൺമെൻറ് കയ്യിലുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തത് ഇച്ഛാശക്തിയാണ്. അതുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ സാർ പറഞ്ഞ 5 മാസത്തോളം ഇത് കണ്ടിന്യൂസ്. അതെ, 5 മാസത്തോളം ഞങ്ങൾ ഇത് അതിനുശേഷം സംഭവിച്ചത് എന്താണ്? 2016 ഫെബ്രുവരി 28 ഞാൻ റിട്ടയർ ചെയ്തു. എൻ്റെ കാലാവധി ഫെബ്രുവരി വരെ ഇത് മുന്നോട്ട് പോയി, അതുവരെ പോയി. അപ്പം എനിക്കറിയാമായിരുന്നു ഞാൻ പോയതിന് ശേഷം ചിലപ്പോൾ ഇനി 2ാം ഘട്ടം തുടങ്ങണം. അപ്പോഴത്തേക്കും പുതിയ ഇലക്ഷൻ ടൈമായി പോയി. 2016 മെയ്യിലല്ലേ ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ 2ാം ഘട്ടം കൊടുക്കാം. കാരണം വീണ്ടും അടുത്ത ഒക്ടോബറിൽ തുടങ്ങിയാൽ മതി. പക്ഷേ അതിന് മുമ്പേ തന്നെ ചില പ്രവൃത്തികൾ ചെയ്തിരിക്കണം. നമ്മൾ ഈ മഴ വരാനൊന്നും കാത്തിരിക്കാൻ പാടില്ല. അതിന് മുമ്പേ നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതെല്ലാം വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് മഴക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2ാം ഘട്ടത്തിൽ എടുക്കേണ്ട ഓർഡറുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെ ചെയ്യണം, ഈവൻ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടി ഒരു പാരലൽ ടണൽ തന്നെ ഉണ്ടാക്കണമെന്ന് വരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ളതിന് കൂടാതെ വേറെ ഒരു 2 ടണൽ കൂടി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കാരണവശാലും വെള്ളത്തിന് അവിടെ തടസ്സം ഉണ്ടാവില്ല. അങ്ങനെയെല്ലാം പറഞ്ഞ് പ്രപ്പോസൽ ഉണ്ടാക്കി അതിനുള്ള എത്ര പണം വേണമെന്നെല്ലാം എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ റിട്ടയറിന് ശേഷം ഞാൻ അന്നപ്പോഴത്തേക്കും വാസുകി കളക്ടറായി. എൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആയിരുന്നു ഡോക്ടർ വാസുകി. അപ്പോൾ വാസുകിയോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇതിൽ മാറ്റം വരുത്താൻ ടോപ്പ് പ്രയോറിറ്റി ഇതിന് കൊടുക്കണം. അവർ പറഞ്ഞു, സർ ടോപ്പ് പ്രയോറിറ്റി ഇതിന് തന്നെയാണ്. അവരത് കൊടുത്തു. ചീഫ് സെക്രട്ടറി ആയിട്ട് വിജയാനന്ദ് വന്നു. വിജയാനന്ദൻ്റെ കയ്യിൽ കൊടുത്തു. വിജയാനന്ദന് ഇതിന് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അദ്ദേഹം ഈ ഫയൽ മുകളിലേക്ക് അയച്ചു. പിന്നെ അതിനെ വെളിച്ചം കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് നമ്മൾ ഊഹിക്കണം? ഒന്നുകിൽ ഈ നേരത്തെ 2015 ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പിന്നെ യാതൊരു പ്രയോജനവുമില്ല എന്ന നിഗമനത്തിൽ ഗവൺമെൻറ് എത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് ചെയ്താൽ 2015 UDF സർക്കാരിന് ഇതിന് ഗുണം കിട്ടും, അതിന് ക്രെഡിറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവണം, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല. അതിനുശേഷം പിന്നെ ഗവൺമെൻറ് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നു, കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. ഒരുപാട് കോടികൾ ഒഴുകി. അത് ഞാൻ വായിച്ചു ക്ലീനിങ്ങിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു സക്സസ്ഫുൾ മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ മോഡൽ റിപ്പീറ്റ് ചെയ്യണം. അത് UDF ആണോ LDF ആണോ കൊണ്ടുവന്നൊന്നും നോക്കാൻ പാടില്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ദ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ഇറ്റ്സ് ഈറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കണ്ടു. വളരെ അപൂർവം പ്രോജക്റ്റുകളെ ഗവൺമെൻറ്റിൽ സക്സസ്ഫുൾ ആണെന്ന് പറയാറുള്ളൂ. അങ്ങനെ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുള്ളായി നടത്തിയെങ്കിൽ ആ നടത്തിയത് ആര്, നടത്തിയത് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഈ മറ്റൊരു കാര്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ളത് അവിടുത്തെ ചില വൻകിട കയ്യേറ്റങ്ങളെ തൊട്ടപ്പോഴാണ് ഇതിന് അതെ ഓപ്പറേഷനാണ്. നമ്മൾ വൻകിട കയ്യേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ പിന്നെ മധ്യരാജാവായ ബിജു രമേശിൻ്റെ രാജധാനി
എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി 2 ഓടകൾ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടി ഓടകൾ പോകുന്നുണ്ട്, പക്ഷേ ഞാനത് വെള്ളം തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ശരിയോ തെറ്റോ എന്ന് കോടതി വേണം തീരുമാനിക്കാൻ, എനിക്ക് പറയാനാവില്ല. അത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ട് അപ്പീൽ സ്റ്റേ കൊടുത്തില്ല. അപ്പം അദ്ദേഹം സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് സ്റ്റേ ചെയ്തു. ഇന്ന് 2024 ഇത്. 2024 വരെ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താ സർക്കാരല്ലേ വെക്കേറ്റ് ചെയ്യേണ്ടത്? എന്തേ വെക്കേറ്റ് ചെയ്യാത്തത്? അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? ഈ അദ്ദേഹത്തെ ഒന്നും മുഷിപ്പിക്കരുത്, ആ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയുകയല്ലേ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം. അല്ലാങ്കിൽ വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പം നമ്മളിരുന്ന് റെയിൽവേ കുറ്റപ്പെടുത്തുന്നു, അവരെ വാഴണമാണ്. റെയിൽവേ ആണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദി എന്നാണ് കോർപ്പറേഷനും സർക്കാരും നമ്മുടെ റെയിൽവേ തന്നെ ആവർത്തിച്ച് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു തൊഴിലാളി ഇറക്കുമ്പോൾ അയാൾക്ക് അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തായിട്ട് കാണുന്നില്ല. കാലുറകളോ അല്ലെങ്കിൽ കൈയുറകളോ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒന്നും കൊടുത്തു വരുന്നു ഞാൻ കണ്ടില്ല. ആ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ നഗരത്തിലെ മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം എങ്ങനെ പൂർണ്ണമായും റെയിൽവേക്ക് ഉണ്ടാവും? അതാണ് എക്സാക്ട്ലി യു സെഡ് ദ ട്രൂത്ത്. അപ്പം ഞാൻ റെയിൽവേയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ ഒരു ഭാഗത്തുണ്ട്, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അതിന് കാരണം അതൊന്നും ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം, അടിസ്ഥാന കാരണം എവിടെയാണ്? അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പം നമ്മളിപ്പോൾ ഇവിടെ പിന്നെ കോർപ്പറേഷനാണോ റെയിൽവേ ആണോ ആരാണ് കൂടുതൽ കുറ്റം ചെയ്തതെന്ന് നോക്കണ്ടേ? എല്ലാവരും തുല്യ അനാസ്ഥ കാണിച്ചവരാണ്. അപ്പോൾ ഈ അനാസ്ഥ മാറ്റണമെങ്കിൽ നമ്മൾ ആ പ്രശ്നം എങ്ങനെ, വീഴ്ചകൾ എവിടെയൊക്കെ ഉണ്ടായി അതിനെ അഡ്രസ്സ് ചെയ്യണം. അതാണ് വേണ്ടത്. ഇത് ഈ ഓപ്പറേഷൻ അനന്തവാടി സാർ തുടക്കത്തിൽ ഇത് നഗരത്തിൻ്റെ ഒരു പ്രത്യേക ആരുടെ കയ്യിലും ഇതിൻ്റെ ഒരു എന്താണ് ഈ ഓടകളുടെ ഒരു സ്ട്രക്ചറോ മറ്റെന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസോ? ഇത് കുന്നുകൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സ്വാഭാവിക നഗരമാണ്. അപ്പോൾ സ്വാഭാവികമായ ഒഴുക്ക് കടലിലേക്ക് ഉണ്ടാകേണ്ട സംവിധാനമാണ്. പക്ഷെ കാലാകാലങ്ങളായി ഇതെല്ലാം നശിച്ചു പോകുന്നു. മനുഷ്യന്റെ ഇടപെടൽ കൂടി അതിന് കാരണമാകുന്നു. അങ്ങനെ നമ്മുടെ ഭരണാധികാരികൾ കാലങ്ങളായി ശ്രദ്ധിക്കപ്പെടാതിരുന്ന പല മേഖലകളും, അതുകൊണ്ടല്ലേ അതിന് തിക്തഫലമല്ലേ ശരിക്കും ജനം അനുഭവിക്കുന്നത്? അതാണ് പ്രശ്നം. കാരണം നമുക്ക് ഇവിടെ ഒരു സിറ്റി ആയാൽ ആ സിറ്റിക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവണം, അതിന് ഒരു ഡ്രെയിനേജ് മാപ്പ് ഉണ്ടാവണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം ചെയ്ത ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ ദൈവം ഉണ്ടാക്കിയിരുന്നു. അത് അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മുടെയൊക്കെ ഗതി? അപ്പോൾ ഇവിടെ അതുപോലൊരു പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഞാൻ എഞ്ചിനീയർമാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യു ഷോ മീ ദ മാപ്പ്. അപ്പോൾ പറയുമ്പോൾ അവർ പറയുന്നത്, സാറേ അങ്ങനെ മാപ്പ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് ദേഷ്യം വന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതൊക്കെ ചുമ്മാതെ ഞങ്ങൾ അങ്ങനെ ഒരു ഊഹം വെച്ചൊക്കെ അങ്ങ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഇതാണ് അതിൻ്റെ സത്യം, ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ പോയാൽ പറ്റില്ല. പിന്നെ ആരോ പറഞ്ഞു അത് പണ്ടത്തെ കാലത്തെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് പ്ലാൻ ഉണ്ടായിരുന്നു, ഉടനെ അത് അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ 1935 രാമസ്വാമി അയ്യരുടെ കാലത്ത് ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ, എല്ലാവരും വെറുക്കപ്പെടുന്ന ഈ മനുഷ്യൻ്റെ കാലത്ത് ഉണ്ടെന്ന് കണ്ട് ഞങ്ങൾ ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഫയലൊക്കെ തപ്പിയെടുത്തു. അപ്പോൾ അതിനകത്ത് കാണാം ദിവാൻ എഴുതിയിരിക്കുകയാണ്, ഇവിടെ തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം, എഞ്ചിനീയർ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ അനന്തയിലെ ക്ലീനിങ് ഓപ്പറേഷൻ തുടങ്ങിയത്. അത് ഈ പറഞ്ഞതുപോലെ ഈ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഒരു പദ്ധതികൾ ആരംഭിക്കാം, പക്ഷേ മാറി വരുന്ന ഭരണാധികാരികൾ അവരുടെ താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് മുൻപുള്ള സർക്കാരിന് ക്രെഡിറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞ് ആ പദ്ധതിയെ അവസാനിപ്പിക്കുന്നു. അതെ, ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ഒരു ഭരണാധികാരിക്കുണ്ട്. പക്ഷേ തുടർച്ചയായി വർഷങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൃത്യമായി ചെല്ലുന്നില്ല. മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് വേസ്റ്റുകൾ കോരി മാറ്റുന്ന പശ്ചാത്തലം, ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വേസ്റ്റ് കോരി വെക്കുന്നതിന്റെ സൈഡിൽ തന്നെയാണ്. മഴ പെയ്യുമ്പോൾ പിന്നെ താഴ്ത്തു പോവുകയാണ്. പിന്നെ നമ്മുടെ വിളപ്പിൽശാല ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ എത്രത്തോളം കെടുകാര്യസ്ഥതയാണ് ഈ മേഖലയിലുള്ളത് എന്നുള്ളത്. നമുക്കൊരു നല്ലൊരു പ്ലാന്റ് ഇല്ലല്ലോ. ട്രിവാൻഡ്രത്ത് എവിടെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനല്ലോ. നമ്മൾ ആ വിളപ്പിൽശാലയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പ്ലാന്റ് നിലച്ചതോടുകൂടി ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം അതോടുകൂടി നിലച്ചു. ഇപ്പോൾ പറയുന്നത് നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അത് സഹായകരമാവും. കാരണം ചിലതൊക്കെ റോബോട്ട്സിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് വാരിയെടുക്കാൻ സാധിക്കും. ഈ മനുഷ്യനെ ഒന്നും ഇതിനടിയിൽ കൂടെ പോയി അതിനകത്തൊക്കെ ഈ മീഥെയിൻ ഗ്യാസ് ഉണ്ട്, അത് ശ്വസിച്ചാൽ മരിച്ചു പോകും. അതാണ് അവരെ ബോധം കിട്ടി വീഴുന്നത്. അതെ, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2015 കോഴിക്കോട് 3 പേര് മരിച്ചു. 2 പേര് മാൻഹോളിൽ ഇറങ്ങി അവരെ രക്ഷപ്പെടുത്താനായിട്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇറങ്ങിയപ്പോൾ അവർ 3 പേരാണ് അവിടെ മരിച്ചത്.
ഇതൊക്കെ അന്വേഷിച്ചിറങ്ങിയ ഒരു ചീഫ് സെക്രട്ടറി സാറായിരിക്കും ആദ്യമായിട്ട് ആദ്യമായിട്ട് അവസാനം. ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ എൻ്റെ ഉടുപ്പ് ഒരിക്കൽ പോയാൽ പിന്നെ ആ പാൻറ്റ് ഷർട്ട് പിന്നെ ഇടാൻ കൊള്ളില്ല, അത്രയ്ക്ക് നാറ്റമാണ്. അപ്പോൾ ഊഹിക്കാം അതിനടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താണെന്ന്. ഈ നാറ്റം എല്ലാം സഹിച്ച് ദുർഗന്ധം സഹിച്ചാണ് അവരവിടെ ജീവിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ഒരുപാട് മാതൃകകളുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? അതെ, ഇതിലും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നമില്ല. ഞാൻ എൻ്റെ 2 കുട്ടികൾ താമസിക്കുന്ന, ഒരാൾ ഹോങ്കോങ്ങിലും ഒരാൾ കാനഡയിലുമാണ്. എൻ്റെ പേരക്കുട്ടികളുടെ വീട്ടിൽ ചെന്നാൽ പേരക്കുട്ടികൾ ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? അപ്പച്ച റിമെമ്പർ എല്ലാം വേസ്റ്റ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഷുഡ് ബി പുട്ട് ഇൻ ദിസ് ബിൻ എന്നിട്ട് പച്ച ബിൻ കാണിച്ചു തരും. ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ, അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എന്താണ് ബയോഡിഗ്രേഡബിൾ, വാട്ട് ഈസ് നോൺ. അപ്പം ഞാൻ ചുമ്മാ അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, വാട്ട് ഡു യു സേ ബയോഡിഗ്രേഡബിൾ, വാട്ട് ഈസ് ദാറ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി കിൻഡർ ഗാർഡനിൽ അവർ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ 2 ദിവസം മുമ്പ് നടക്കാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഈ കൗഡിയാർ ജംഗ്ഷനിൽ, നമ്മളിപ്പോൾ കൗഡിയാറിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ സ്കൂട്ടറിൽ പോകുന്ന ഒരു ഭർത്താവും ഭാര്യയും അവിടെ പോകുന്നു. ഭാര്യ കയ്യിലിരുന്ന സാധനം എടുത്ത് എറിയുകയാണ്. ഇവിടെ കോർപ്പറേഷൻ 2 ബിൻ വെച്ചിട്ടുണ്ട് ഈ TTCയുടെ മുമ്പിൽ. അവിടേക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് അവിടെ ഒന്ന് എടുത്തിട്ടുകൂടെ? അപ്പോൾ ഈ ജോലി ചെയ്യാനുള്ള ഇത്രയെങ്കിലും ധാർമ്മികത, ഒരു പൗരബോധം ഇവർ കാണിക്കണ്ടേ? ഇവരിത് കാണിക്കുന്നില്ലെങ്കിൽ ഇനി ഇവരോട് നമ്മൾ സാരോപദേശം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതിനല്ലേ ഇത്രയും എത്ര ക്യാമറകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കണ്ടിട്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ 100 അടി പിന്നിടുമ്പോഴും ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രയോജനം എന്താണ്? നമ്മൾ പറയുന്നത് ട്രിവാൻഡ്രം ക്ലീനർ സിറ്റി ആണെന്ന്. ഒരു കാലത്തായിരുന്നു, ഇപ്പോഴല്ല. ഇപ്പം ചെന്ന് സൂററ്റിൽ പോയി നോക്കണം. അവിടെ അന്ന് പ്ലേഗ് വന്നതിന് ശേഷം സൂററ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലേഗ് ഉണ്ടായാലേ ഇതൊക്കെ മാറാൻ പറ്റുള്ളൂ എന്ന് വരാൻ പാടില്ലല്ലോ. ഇപ്പം തന്നെ ജോയിയുടെ മരണം വേണ്ടി വന്നു നമ്മൾ ഈ ഇന്റർവ്യൂവിന് പോലും. അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോഴും ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ പരസ്പരം വാക്പോരാ, റെയിൽവേയുമായി തർക്കം. ഇവർ ഒരുമിച്ച് ചേർന്ന് ഈ വിഷയം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി പരിഹരിക്കാമെന്നാലേ ആലോചിക്കേണ്ടത്. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് നോക്കൂ. ADMK DMK തുടങ്ങിയ 2 വലിയ പ്രമുഖ പാർട്ടികളാണ് അവിടെ ഉള്ളത്. അവർ തമ്മിലടിക്കും, പക്ഷേ അവരുടെ തമിഴ്നാടിന് വേണ്ട ആവശ്യങ്ങൾക്ക് അവർ ഒരുമിച്ചാണ് നിൽക്കുക. പോംവഴികളുണ്ട്, പ്രതിവിധികളുണ്ട്. അത് ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കിയാൽ നഗരത്തിൽ ഇനിയൊരു പ്രശ്നം വരില്ല അല്ലേ? അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വേണം. ഭരണകൂടം ഇച്ഛാശക്തി കാണിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കാം, ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ചുമതല മന്ത്രിമാർക്കല്ല, ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ പണി എടുപ്പിക്കുന്നതാണ് മന്ത്രിമാരുടെ ചുമതല. ഇവിടെ കാണാം, ഈ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് ഞാൻ പേപ്പറിൽ വായിക്കാറുണ്ട്. മന്ത്രിമാരുടെ ജോലി എന്താ? അവർ പോളിസി ഉണ്ടാക്കണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാ? ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവരാണത് ചെയ്യേണ്ടത്. അവർക്ക് അതിന് ഫ്രീഡം കൊടുക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ വിജയത്തിന് നിങ്ങൾ എനിക്ക് ക്രെഡിറ്റ് നൽകുന്നു, അല്ലെങ്കിൽ ബിജു പ്രഭാകറിന് കൊടുക്കുന്നു, ഒരു പരിധിവരെ ശരി. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ? ഇതിന് ഫ്രീഡം തന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. എന്താ, ഞങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാം, ഉറക്കെ പറയാം, വിമർശിക്കാം അദ്ദേഹത്തെ, ഒരു പ്രശ്നവുമില്ല. അപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കൊരു ഫ്രീഡം തന്നിരുന്നു. ആ ഫ്രീഡം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു, ഈ മാധ്യമങ്ങളെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു ചീഫ് സെക്രട്ടറി കൂടിയാണ് താങ്കൾ. പിന്നീടുള്ള ചീഫ് സെക്രട്ടറിമാർ CM-നോട് തന്നെ ഞാൻ ചോദിച്ചു, അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നല്ലേ? അതെ, ഞാൻ CM-നോട് ചോദിച്ചു, സാർ പത്രക്കാർ വന്ന് എന്നോട് ചോദിക്കുന്നു, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, ഞാൻ പറയട്ടോ അവരോട്? അപ്പോൾ എന്നോട് പറഞ്ഞു, ജിജി അത് ഒരു കുഴപ്പവുമില്ല, നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊള്ളൂ. ചിലപ്പോൾ പത്രക്കാരൊക്കെ വളരെ ക്ലവറായിട്ടുള്ള ചോദ്യം ചോദിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അങ്ങ് നിന്നാൽ മതി. നന്ദി സാർ, ഏതായാലും താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. ഏതായാലും ഓപ്പറേഷൻ അനന്ത വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. ശ്രീ ജിജി തോംസൺ അടക്കമുള്ള ആളുകളുടെ ഇച്ഛാശക്തി എന്ന പദ്ധതിയെ ഒരു പരിധിവരെ വിജയിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ പിന്തുടർച്ച, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യക്ഷമമായ മറ്റ് പദ്ധതികൾ വേണം തലസ്ഥാനവാസികളുടെ ദുരിതം അകറ്റാൻ എന്നുള്ളതാണ് ഈ സമീപകാല സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. നന്ദി, നമസ്കാരം.